നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന ഒരു സീസണാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തൃശ്ശൂർ സൈഡിലൊക്കെ സദ്യയിലൊരു പ്രധാന വിഭവമാണ് മാങ്ങാക്കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊണ്ട് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. എൻ്റെ കയ്യിലുള്ള ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. അപ്പം പുളി ഒന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് മാങ്ങ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുകയായിരുന്നു. ഒരു 2 മണിക്കൂറോളം മാറ്റി വെച്ചു. ഇങ്ങനെ ഉപ്പ് തിരുമ്മി വെച്ചിട്ട് 1-2 തവണ ഒന്ന് കഴുകിയെടുത്താൽ അധികമായിട്ടുള്ള പുളി കുറഞ്ഞു കിട്ടും. നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ ഇങ്ങനെ ഉപ്പ് തിരുമ്മി വെക്കേണ്ട ആവശ്യമില്ല. തൊണ്ട് കളഞ്ഞിട്ട് അരിഞ്ഞെടുത്താൽ മാത്രം മതി. മാങ്ങ കഷ്ണങ്ങൾ കഴുകിയെടുത്തിട്ട് നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർക്കണം. പിന്നെ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് എരിവുള്ള മുളക് തന്നെയാണ്. പിന്നെ ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ് ഈ സമയം ഉണ്ടാവുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ മുഴുവനും ചിരകി അതിനെ പാല് പിഴിഞ്ഞെടുത്തതാണ്. അതായത് 2 കപ്പ് തേങ്ങ ചിരകിയത്, അതിന്റെ പാല് പിഴിഞ്ഞ് 1-ാം പാൽ 1 കപ്പും 2-ാം പാൽ 2 കപ്പും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഈ ഗ്രേവി അല്പം ഒന്ന് കുറുകി വരുന്നവരൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയൊരു അല്പനേരം മൂടി വെച്ചിട്ട് വേവിക്കാം. അധിക സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പം ഇവിടെ മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കാണുന്ന ഗ്രേവി അല്പം ഒന്ന് കുറുകി വരാനായിട്ട് തുറന്നു വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യുക. ഇതിപ്പോൾ അല്പം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ പുളിയുള്ള കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതാകാനായിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്താൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവില്ല. ഇനി ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചെയ്യാണ് താളിച്ച് ചേർക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു പാൻ അടുപ്പത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കണം. ഇനി 2 വറ്റൽമുളക് കീറിയത്, 1 തണ്ട് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മാങ്ങാക്കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.